അടുത്തിടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് കണ്ടു. ഹെർമൻ ഗുണ്ടട്ട് അല്ലേ മലയാളത്തിലെ ആദ്യത്തെ അച്ചടിച്ച നിഘണ്ടു തയ്യാറാക്കിയതെന്ന്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. ഹെർമൻ ഗുണ്ടട്ട് അല്ല. മലയാളത്തിലെ ആദ്യത്തെ അച്ചടിക്കപ്പെട്ട നിഘണ്ടു തയ്യാറാക്കിയത്, രചിച്ചത്, പ്രസിദ്ധീകരിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. 1846 എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കിയൽ മലയാളം ആൻഡ് ഇംഗ്ലീഷ് എന്ന ടൈറ്റിലിൽ അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചു. 1846 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ഡിക്ഷണറിയാണ് മലയാളത്തിലെ ആദ്യമായിട്ട് അച്ചടിച്ച നിഘണ്ടു. പക്ഷെ ഹെർമൻ ഗുണ്ടട്ടിന്റെ നിഘണ്ടു അതിന്റെ സ്ട്രക്ചർ കൊണ്ടും കണ്ടന്റ് കൊണ്ടും ഒക്കെ പ്രചാരത്തിലായി. അന്നത്തെ കാലത്ത് കയ്യെഴുത്തായിരുന്നു കൂടുതൽ. കയ്യെഴുത്ത് നിഘണ്ടുക്കളും ഉണ്ടായിരുന്നു. അർണോസ് പാദ്രിയുടെ ഒരു മലയാളം നിഘണ്ടുവുണ്ട്. അത് ഇതേപോലെ കയ്യെഴുത്ത് നിഘണ്ടുവാണ്. അതേപോലെ തന്നെ 1745 വരാപ്പുഴയിൽ നിന്നും ഒരു നിഘണ്ടു ഇതേപോലെ കിട്ടി. പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ മലയാളം നിഘണ്ടു. മലയാളത്തിൽ തയ്യാറാക്കിയ ആദ്യ നിഘണ്ടു ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ചരിത്രം തപ്പി പുറകിലോട്ട് പോകേണ്ടി വരും. പക്ഷേ മലയാളത്തിൽ ആദ്യ നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ക്രെഡിറ്റ് ബെഞ്ചമിൻ ബെയ്ലിക്കുള്ളതാണ്. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു രസകരമായ കാര്യം കൂടെ പറയാം. ഹെർമൻ ഗുണ്ടട്ടിന്റെ പുത്രന്മാരെല്ലാം കേരളത്തിൽ ജനിച്ചവരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുത്രയുടെ പേരാണ് മാറി. നോബൽ പ്രൈസ് കിട്ടിയ ഹെർമൻ ഹെസയുടെ അമ്മയാണ് മാറി. നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് കരുതട്ടെ, വിജ്ഞാനപ്രദം എന്ന് കരുതട്ടെ. നന്ദി, നമസ്കാരം.